ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹെയറിനെ കുറിച്ചും ഹെയർ കെയറിനെ കുറിച്ചുമാണ്. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഹെയറിനെ കുറിച്ച് പറയാം. എൻ്റെ ഹെയർ എന്ന് പറയുമ്പോൾ ഒരു വേവി ഹെയർ ആണ്. ഇത് എൻ്റെ ഹെയറിന് അത്യാവശ്യം നല്ല ഡാൻഡ്രോസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞാൻ താളി സംഭവങ്ങളൊക്കെ തേക്കുമെങ്കിലും ചെറിയ ചെറിയ സമയത്ത് അത് മാത്രമേ തേക്കുള്ളൂ. ഒരു ഷാമ്പു യൂസ് ചെയ്യത്തില്ല. ഷാമ്പു കെമിക്കൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തരത്തില്ലേന്ന്, കെമിക്കലാണെന്ന് പറഞ്ഞാൽ എനിക്ക് തരത്തില്ലെന്നും. പിന്നെ ഈ ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ഒരു കോവിഡിന് മുന്നേ, കോവിഡ് കഴിഞ്ഞ് ആ ഒരു ടൈം നമ്മൾ ഫോൺ കിട്ടിയപ്പോൾ നമ്മൾ കുറച്ചും കൂടെ കാണാൻ തുടങ്ങി, കുറച്ചും കൂടെ ഇതിനെപ്പറ്റി അറിയാൻ തുടങ്ങി. അല്ലെങ്കിൽ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ, മാരേജ് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ, എന്തെങ്കിലും മാരേജ് ഫംഗ്ഷൻ, ഈ എൻഗേജ്മെൻറ്റ്, റിസപ്ഷൻ അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും ജസ്റ്റ് തലേന്ന് ഒന്ന് പറന്ന് നടക്കാനായിട്ട് തേക്കുമായിരുന്നു. അല്ലാതെ നമ്മളങ്ങനെ തേക്കത്തില്ലേന്ന്. ഷാമ്പുവിൻ്റെ യൂസ് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഫോൺ കൈ കിട്ടിയതിന് ശേഷം നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നത്. ഞാൻ എന്തായാലും ആഴ്ചയിൽ 3 പ്രാവശ്യം ഷാമ്പു യൂസ് ചെയ്യുന്ന ആൾ തന്നെയാണ്. എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെയാണ് ഞാൻ ഷാമ്പു യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 3 പ്രാവശ്യം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഹെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ ഹെയർ ഡാൻഡ്രഫ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ വേവിയായിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഹെയർ ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ നേരെ ഷാമ്പു അത്യാവശ്യം ഇടുന്നു, ചീകുന്നു, ഉണങ്ങിക്കഴിഞ്ഞ് ചീകുന്നു, ഇങ്ങനെ മീൻസ് ഇങ്ങനെ മടക്കിയൊക്കെ കെട്ടി വെക്കുന്നു. തലയുടെ മുകളിലോട്ടായിട്ട് മടക്കി കെട്ടി വെക്കുന്നു. ഒരു 20 മിനിറ്റ് അങ്ങനെ ഇരുന്നാൽ മതി. ഞാൻ ഔത്തിടുന്നു, അത് നേരെ കിടക്കുന്നു. എൻ്റെ ഹെയറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അത്രയാണ് അങ്ങനെ ഉള്ളത്. അത് വേറൊരു കാര്യം എന്ന് പറയണമെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ ഇത് AC, ആ ഒരു നല്ല തണുപ്പ് AC അങ്ങനെയുള്ള ഓഡിറ്റോറിയത്തിൽ പോകണമെങ്കിൽ, കാറിലൂടെയൊക്കെ പോകണമെങ്കിൽ മുടി അതുപോലെ ഇറക്കും. എന്നാൽ ഞാൻ നല്ല ചൂടുള്ള മീൻസ് വിയർത്തൊലിച്ചൊക്കെ ആണെങ്കിൽ എൻ്റെ മുടി കുളമായി പോയി. ആ സംഭവം തീർന്നു. പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട, അത് മൊത്തത്തിൽ പോയി. നമ്മൾ കഷ്ടപ്പെട്ട് കെട്ടി വെച്ച് ഷാമ്പു എല്ലാം പോയി, സംഭവം മൊത്തത്തിൽ പോയി. അപ്പോൾ അല്ലാതെ ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് പോയ കാര്യം പറഞ്ഞുതരാം. ഞാൻ മുടി നല്ലോണം സെറ്റ് ചെയ്ത്, അതുകൊണ്ട് പക്ഷേ എനിക്ക് പോകുന്നൊരിതുണ്ട്. ഞാൻ ഓട്ടയാണ് നമ്മൾ എല്ലാവരും കൂടെ പോയത്. അപ്പോൾ പോകുന്നൊരിത് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അധികം ഹീറ്റർ യൂസ് ചെയ്യില്ല. ഞാൻ ഈ ഇടയ്ക്കാണ് ഹീറ്റർ ഇരുന്ന് പുറത്തെടുത്തത്. അത് യൂസ് ചെയ്ത് ഞാൻ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് മുടിയൊക്കെ കെട്ടി വെച്ചുകൊണ്ട് പോയി. അവിടെ ചെന്ന് ഔത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതും ഞാൻ പിന്നെയും കെട്ടി വെച്ച് സംഭവം വീട്ടിൽ വന്ന് ഓക്കെ. പക്ഷെ ഇടയ്ക്ക് വെച്ച് കൂടുതൽ പുറത്തു പോയ സമയത്ത് ഞാൻ ഔത്തിട്ടിട്ട് എൻ്റെ മുടി മൊത്തത്തിൽ ഉടക്കായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മാക്സിമം ഉടക്കാതെ ശ്രമിക്കും. എൻ്റെ ഹെയറിനെ കുറിച്ച് പറയണമെങ്കിൽ ഇതൊക്കെയാണ് സംഭവം. എൻ്റെ ഹെയറിനെ കുറിച്ച് പറയുന്നത്. പിന്നെ അടുത്തുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഹെയർ കെയറിനെ കുറിച്ചാണ്. അപ്പോൾ രാത്രി ചെയ്യുന്ന ഹെയർ കെയർ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ മുടി മീൻസ് തിരിച്ചിട്ട് നല്ലോണം മസാജ് ചെയ്യും. ഞാൻ കുളിക്കപ്പോഴും അങ്ങനെയാണ്, ഷാമ്പു യൂസ് ചെയ്യപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ 1-2 വർഷമായിട്ട് ഞാൻ മുടി ഇങ്ങനെ തിരിച്ചിട്ടിട്ടാണ്, മീൻസ് മുടി ഇങ്ങനെ മറിച്ചിടൂലേ ഇവിടെ നിന്ന്, അങ്ങനെ അതാണ് മറിച്ചിടുന്നു, ഷാമ്പു ഇടുന്നു, സംഭവം എല്ലാം കഴിഞ്ഞുന്നു, അവിടെ നിന്ന് ഇങ്ങനെ കെട്ടി വെക്കുന്നു, ഉണക്കാനായിട്ട് ഇങ്ങനെ ഇടുന്നു, കൊടുക്കുന്നു, അങ്ങനെ വെക്കുന്നു. രാത്രി മസാജ് ചെയ്യാൻ തിരിച്ചിടുന്നു, മസാജ് ചെയ്യുന്നു, ഇങ്ങനെ നേരെ വെക്കുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഹെയർ മസാജ് ചെയ്യാം എന്നൊരു ഉദ്ദേശം കൊണ്ടിട്ടൊക്കെ വാങ്ങിച്ചാണ്. പിന്നെ മറ്റുള്ളവരെ കയ്യിരിക്കണം ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ വാങ്ങിച്ചാണ്. ഇത് ഞാൻ പൂരപ്പറമ്പിൽ, ഉത്സവപ്പറമ്പിൽ ആ ഒരു ടൈമിൽ അവിടെ പോയപ്പോൾ ഞാൻ വാങ്ങിച്ചാണ്. അപ്പം ഇത് വാങ്ങിച്ചതിൻ്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ. കാണാത്തവരെടുത്ത് കണ്ടുനോക്കിയാൽ കൊള്ളാം. അപ്പോൾ ഇതിൻ്റെ ഒരു കഥ തന്നെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സംഭവം ഞാൻ ഹെയർ മസാജിന് വേണ്ടി വാങ്ങിച്ചെങ്കിൽ എനിക്ക് അത്ര തൃപ്തിയില്ല. അതുകൊണ്ട് ഞാൻ കൈയിട്ട് തന്നെ ചെയ്യണത്. ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കും, എന്തെങ്കിലും വാങ്ങിച്ചില്ല, ഉപയോഗം വേണ്ടേ. എന്നാലും കൈയിട്ട് തന്നെ ഞാൻ ഇത് സംഭവം ചെയ്തിട്ട് വുഡൻ കോമ്പ്. അപ്പം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, വുഡൻ ആണോ അല്ലയോ. എന്നാലും ഇപ്പം ക്ലിയറായി, സംഭവം വുഡൻ തന്നെ. ഞാൻ ഇതിട്ട് ചെയ്തു. പക്ഷെ ഇത് സംഭവം നല്ലതാണ്. ഇതിട്ട് ഒടക്ക് ഒന്ന് ഊത്തിട്ട് അപ്പം മുടിയിൽ ഉടക്കും. അതാണ് എൻ്റെ ഹെയറിനെ പറ്റി അടുത്ത് പറയുന്നത്. അതുകൊണ്ട് സംഭവം അടിപൊളിയാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പുറത്ത് പോയപ്പോൾ മുടി നല്ല അടിപൊളിയായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം യൂസ് ചെയ്യാൻ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഈ സംഭവം വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കതാണ് മെയിൻ. പിടിക്കുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് കിട്ടണം. എനിക്കതാണ് എല്ലാം. എന്ത് കിട്ടിയില്ലെങ്കിലും എനിക്ക് സോഫ്റ്റ്നെസ് വേണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ ഹെയർ ഓയിൽ ഞാൻ ഇവിടെ ചെറുതിലായിരുന്നു. കോവിഡ് ടൈമിൽ എനിക്കെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും കൂടെ ഈ സവാള, ഉള്ളി ഇതൊക്കെ ഇട്ട് എന്തൊക്കെയോ ഒരു എണ്ണ ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ എനിക്ക് കാച്ചിയെടുക്കണം, വീട്ടിൽ തന്നെ കാച്ചെടുക്കുന്ന എണ്ണയാണ്. പക്ഷെ എനിക്ക് അതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടില്ല. ഈ ഉള്ളിയുടെ സ്മെല്ല് എനിക്ക് ഇഷ്ടമേ അല്ല. എണ്ണയിലൊക്കെ ഇട്ടിട്ട് എനിക്കത് പിടിക്കില്ല. ആ ടൈമൊക്കെ ഞാൻ വെളിച്ചെണ്ണയാണ് തേച്ചുകൊണ്ടിരുന്നത്. എന്നാലും വെളിച്ചെണ്ണ തേച്ചിട്ട് പിന്നീട് ആയപ്പോഴും എനിക്ക് അതിൻ്റെ പ്രശ്നം മനസ്സിലാവും.
കാരണം വെച്ചാൽ ഞാൻ എയ്ത്തിലല്ല 9th 10th ആ ഒരു ടൈമൊക്കെ ഞാൻ കുട്ടികൾക്ക് സ്കൂളിലാണ് പിള്ളേർക്ക് എൻ്റെ ജൂനിയേഴ്സിനൊക്കെ ഞാൻ മുടി പല ഡിസൈനിൽ വെച്ച് അങ്ങനെ കെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. ആ ഒരു ടൈമിൽ തന്നെ ചില പിള്ളേർക്ക് ആരെന്ന് പറയുന്നത് ശരിയല്ല, ചില പിള്ളേർക്ക് ഇവർ വെളിച്ചെണ്ണയാണ് തേക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ തേച്ചിട്ട് പെരുത്തിയിടപ്പോഴത്തേക്കും ആ വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ല്, പക്ഷെ എനിക്കത് കുറച്ച് ഡിസ്റ്റർബായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ എൻ്റെ ഹെയറിൽ ഞാൻ വെളിച്ചെണ്ണ പിന്നീട് യൂസ് ചെയ്യൂല. വെളിച്ചെണ്ണ യൂസ് ചെയ്യും. ആ ഒരു ടൈമിൽ ഇത് വാങ്ങിച്ചതിൻ്റെ റേറ്റ് വരുന്നത് 42 അവർ 40 എടുത്തോളെന്ന് തോന്നുന്നു. 42 വരുന്നത്. 42 എടുത്ത എനിക്ക് ഓർമ്മയില്ല. അപ്പം പിന്നീട് ഈ ബോട്ടിൽ എന്തെങ്കിലും തീരാറായി. ഇതിന് മുന്നേ ഒരു ബോട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഈ പാരഷൂട്ടിൻ്റെ ജാസ്മിൻ്റെ ഇത് അത്യാവശ്യം നല്ല സ്മെല്ലാണ്, അത് യൂസ് ചെയ്യും. ഞാൻ ഒരു ചേച്ചിയാണ് പറഞ്ഞത്, എനിക്ക് അതിൻ്റെ നൈബർ ചേച്ചി, ഞാൻ വെളിച്ചെണ്ണയുടെ കാര്യം പറയപ്പോൾ എനിക്ക് പറഞ്ഞത്, നീ ഇതിന് ജസ്റ്റ് 2 ഡ്രോപ്പ് 3 ഡ്രോപ്പൊക്കെ എടുക്കുക, അങ്ങനെ തലയിൽ തേക്കുക, നല്ല സ്മെല്ലായിരിക്കും, ജാസ്മിൻ്റെ ഒരു ഇതല്ലേ, അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെയാണ് വാങ്ങിച്ചത്. പിന്നീട് ഞാൻ വെളിച്ചെണ്ണ തേക്കാതെയായി. ആദ്യമൊക്കെ അങ്ങനെ തേക്കുന്നു ചേച്ചി പറഞ്ഞ, പിന്നീട് ഞാൻ വെളിച്ചെണ്ണ തേക്കാതെയായി, മൊത്തത്തിൽ ഇതങ്ങ് ആക്കി. ഇതെന്ന് പറയുമ്പോഴേ ഞാൻ ആദ്യ ടൈമിലൊക്കെ തലയൊട്ടിൽ തേക്കുമായിരുന്നു. പിന്നീട് ഇപ്പം ഞാൻ മുടിയുടെ തുമ്പത്ത്, പിന്നെ ഇവിടെ കുറച്ച് ഭാഗത്ത് അത്ര തേക്കും, കഴിഞ്ഞു. ബാക്കി വല്ല എണ്ണ ആണെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ മുടി ഒതുങ്ങാനായിട്ട് എടുത്ത് തേക്കും, കുളിക്കും, ഇറങ്ങും. എനിക്ക് ഇത്രേ ഉള്ളൂ സംഭവം. അല്ലാതെ എനിക്ക് മൊത്തത്തിൽ ഓയിലി ആയിട്ടിരിക്കാൻ ഇഷ്ടമില്ല. കാരണം വെച്ചാൽ എൻ്റെ ഹെയറിന് അത് ചേരത്തില്ല. എനിക്ക് ഒരു മീഡിയം, ഷാമ്പു അല്ല, ഭയങ്കര ഷാമ്പു അല്ല, ഭയങ്കര ഓയിലി അല്ല, എന്നാലും ഒരു മീഡിയം, ആ ഒരു ഇത് എനിക്ക് ചേരുന്നു. പിന്നീടുള്ള കാര്യം എന്ന് വെച്ചാൽ ഷാമ്പു. ഈ ഷാമ്പു എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ചെറുതിൽ അധികം ഷാമ്പു യൂസ് ചെയ്യില്ല, ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ ഞാൻ ചെറുതിലധികം യൂസ് ചെയ്യില്ല. പിന്നീട് ഞാൻ ദീദിയൊക്കെ യൂസ് ചെയ്യുന്നത്. ദീദി എന്ന് പറയുമ്പോഴേ ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഷാമ്പുമാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ സ്മെല്ല് അത്യാവശ്യം സൂപ്പറാണ്. പക്ഷെ എനിക്ക് ഇതിനെക്കാട്ടി ഇഷ്ടപ്പെട്ടൊരു സ്മെല്ലുകൊണ്ട് ഞാൻ പറയുന്നുണ്ട്. ഇത് ഹെർബൽ ഷാമ്പൂ എന്നും പറഞ്ഞുണ്ട്, എന്നാലും പക്ഷെ എനിക്കിത് അടിപൊളിയായിട്ട് തോന്നി. കാരണം എന്ന് വെച്ചാൽ ഇതിന് 100 ml 88 rupees മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ നോക്കിയിട്ടില്ല ഇതിൻ്റെ ഇത്. ഇപ്പോഴത്തെ ഷാമ്പൂവിൻ്റെ വില കേട്ടിട്ട് എനിക്കിത് കേട്ടപ്പോൾ അത്ഭുതം. ഇത് സംഭവം 88 rupees മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഞാൻ തലയിൽ തേച്ച് ജസ്റ്റ് ഒന്ന് നല്ലോണം മസാജ് ചെയ്ത് തലയിൽ തേച്ചാൽ എനിക്ക് മൊത്തത്തിൽ ആ ഡാൻഡ്രോസ് മൊത്തം പോയി. ഡാൻഡ്രോസ് ഇല്ല, മൊത്തത്തിൽ അങ്ങ് പോകും. നമ്മൾ അതിൻ്റെ തലയിൽ അത്രയ്ക്ക് വലിയ ഡാൻഡ്രോസ് ഇല്ല, ചെറുതായിട്ട് അത്യാവശ്യമുണ്ട്, പക്ഷേ അത് അത്രയും പോവും. നല്ല അടിപൊളിയായിട്ട് വർക്കാവും ഇത്. പിന്നീട് ഞാൻ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഈ ലോറിയൽ പാരീസിൻ്റെ ആണ്. ഇത് കണ്ടീഷണറാണ്, ഷാമ്പു തീർന്ന്. പക്ഷേ എനിക്കെൻ്റെ സ്മെല്ല് അടിപൊളിയായിട്ട് വർക്കാവും. ഇത് ഞാൻ വാങ്ങിക്കുന്നത് എന്നെ അച്ചാമ്മേരെ വീട്ടിൽ പോയപ്പോൾ ചേട്ടൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ചേട്ടൻ്റെ കൂടി അത്യാവശ്യം അടിപൊളിയായിട്ട് ഇറങ്ങും. 129 കുഴപ്പമില്ലല്ലേ, എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട്. പിന്നീട് വരുന്നത് എനിക്കെൻ്റെ സ്മെല്ലാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പിന്നീട് ഇതെനിക്ക് ഡോക്ടർ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഡാൻഡ്രോസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഇപ്പോൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് സ്കാൽപ്പിൽ നല്ലോണം തേച്ച് മസാജ് ചെയ്താൽ മതി. എൻ്റെ കൈയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഡോക്ടർ പറഞ്ഞത് ഡാൻഡ്രോസ് ഉണ്ടല്ലെന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു. എന്നിട്ട് ഡോക്ടർ എന്നെ തന്ന്. ഇത് 75 ml 330 വരുന്നത്. എന്ത് ചെയ്യാനാ. അപ്പം സംഭവം ഇത് തന്നു കഴിഞ്ഞിട്ടാണ് ഇത് 3 റേറ്റ് ഉണ്ടല്ലേ എന്ന് ഞാൻ അറിഞ്ഞത്. പക്ഷെ കുഴപ്പമില്ല, അത് അത്യാവശ്യം നല്ല ഷാമ്പൂണ്, നല്ല ഷാമ്പൂ പ്ലസ് കണ്ടീഷണറാണ്. നല്ലോണം വർക്കാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പക്ഷെ എനിക്ക് ഇതിൻ്റെ അത്ര ഓക്കെ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഇതിനെക്കാട്ടി ഇഷ്ടപ്പെട്ട ഇതാണ്. എന്തായാലും ഡോക്ടർ വന്നല്ലേ, നമുക്ക് തേച്ച് പതിയെ റിസൾട്ട്. പക്ഷെ ഇത് പെട്ടെന്ന് കിട്ടുന്ന റിസൾട്ടാണ്. പെട്ടെന്ന് കിട്ടുന്ന റിസൾട്ട് അത്ര ഓക്കെ അല്ലെന്ന് പറയും. ഇത് പതിയെ കിട്ടുള്ളായിരിക്കും. പക്ഷെ എനിക്കിപ്പം കുറവുണ്ടെന്ന് പറയാം. എനിക്കിപ്പോൾ കുറവുണ്ട്. പക്ഷെ ആഴ്ചയിൽ 3 പ്രാവശ്യം യൂസ് ചെയ്യാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ ട്യൂസ്ഡേ യൂസ് ചെയ്യും, ട്യൂസ്ഡേ കഴിഞ്ഞപ്പോൾ യൂസ് ചെയ്യും, തേഴ്സ്ഡേ യൂസ് ചെയ്യും, പിന്നെ സാറ്റർഡേ യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് അടുത്ത ട്യൂസ്ഡേ അങ്ങനെ പോകും. അപ്പം ഇത് എനിക്ക് ഓക്കെയാണ്. എനിക്കെൻ്റെ സ്മെല്ല് കുഴപ്പമില്ല. എനിക്ക് ഇത് ലോഷൻ പോലെ വരും, നല്ല പിങ്ക് കളറിൽ ലോഷനൊക്കെ, എനിക്കതാണ് ഇഷ്ടം. പിന്നീട് ഇതെല്ലാം ഷാമ്പൂവിൻ്റെ കാര്യം എല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്ത് പോയപ്പോഴും മുടി ഇങ്ങനെ ഭയങ്കര ഉടക്കല്ലാതെ ഇരിക്കാനും അത്യാവശ്യം നല്ല അടിപൊളി സ്മെല്ല് കിട്ടാനും ഈ സംഭവം ഇതെനിക്ക് അടിപൊളിയായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ എനിക്കെൻ്റെ 2 ഡ്രോപ്സ് മതി. എന്നാലും 3-4 ഡ്രോപ്സ് 5 ഡ്രോപ്സ് ഒക്കെ എടുക്കും. സംഭവത്തിൻ്റെ റേറ്റ് പറയുന്നത് 25 rupees ആണ്. ഈ ചെറിയ 25 rupees ഉള്ളത്. ടി വിയിൽ ആഡൊക്കെ ഇല്ലേ, ആഡ് കണ്ടിട്ട് പിന്നീട് എടുത്തേന്.
പിന്നെ ഹെയർ കെയർ എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ പറഞ്ഞു, ഇത് മാത്രമാണ് എൻ്റെ ഹെയർ കെയറിൽ ഉൾപ്പെടുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്പാ ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് അതായത് ആഴ്ചയിൽ വല്ലപ്പോഴൊക്കെ 1-2 പ്രാവശ്യമൊക്കെ ഞാൻ സംഭവം താളിയിലൂടെ തന്നെ വേറെ മിക്സ് ചെയ്ത് അത് ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. വേറെ താളിയിലൂടെ തന്നെ വേറൊരു ഇതൊക്കെ ചേർത്ത് അടിപൊളിയായിട്ട് ഞാൻ ഇരുന്നുണ്ട്. പക്ഷെ എനിക്ക് മുടിയിൽ ഓക്കെയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ മുടി വെട്ടിക്കഴിഞ്ഞാണ് റിഗ്രറ്റ് അടിക്കുന്നത്. ഇത് എനിക്കിപ്പം തോന്നുന്നു എൻ്റെ മുടി പഴയതുപോലെ എനിക്ക് മതിയായിരുന്നു. എനിക്ക് ഇവിടെ നിന്ന് ഞാൻ കുറച്ച് വെട്ടിയിട്ടില്ല, അതും പിന്നെ ഇതും ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് കട്ട് വെട്ടിയിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു മുടി പഴയതുപോലെ മതിയായിരുന്നു. എൻ്റെ പഴയ മുടിനെ എനിക്ക് കൂടുതൽ ഇഷ്ടം. എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത കണ്ടന്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.